സുവിശേഷത്തിൻ ദീപവെളിച്ചം ആത്മാർപ്പണം. വചനം സത്യം ജീവദായകം. വചനം സത്യം ജീവദായകം. വചനം സത്യം ജീവദായകം. അധ്വാനിപ്പവർ തൻ സിരകളിലൊഴുകും ജീവൻ പകരും ദിവ്യഭോജനം. അധ്വാനിപ്പവർ തൻ സിരകളിലൊഴുകും ജീവൻ പകരും ദിവ്യഭോജനം. അതിരുകൾ ഭേദിക്കും സ്നേഹത്തിൻ രശ്മികൾ ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം. അതിരുകൾ ഭേദിക്കും സ്നേഹത്തിൻ രശ്മികൾ ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം. സ്നേഹമുള്ളവരെ, സർവശക്തനായ ദൈവത്തെ ആരാധിക്കാനും സ്തുതിക്കാനും മഹത്വപ്പെടുത്താനുമായി അവിടുന്ന് നൽകിയ ഈ അനുഗ്രഹദായകമായ സമയത്തെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ഈ ശുശ്രൂഷയിൽ പങ്കുകൊള്ളുന്ന എല്ലാവരിലും നമ്മളിലും പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകമുണ്ടാകുന്നതിനായി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഒരേ മനസ്സോടെ ഒരേ ഹൃദയത്തോടെ നമുക്കായിരിക്കാം. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 2-ാം അധ്യായം നാം വായിക്കുന്നു. പെന്തക്കുസ്താ ദിനം സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. ആത്മാവിന്റെ സാന്നിധ്യം അവർ കൂടിയിരുന്ന വീട് മുഴുവനിലും അവരിലും നിറഞ്ഞു. ഈശോയെ, ഈ ആത്മാവിനെ ഞങ്ങളിലും അങ്ങ് നിറയ്ക്കണമേ. പ്രിയപ്പെട്ടവരെ, ഈശോ തന്ന നിത്യസഹായകനായ പരിശുദ്ധാത്മാവ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 18-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: ഞാൻ നിങ്ങളെ അനാഥരായി വിട്ടുകളയുകയില്ല, ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് വരും. ഈ വചനത്തിൽ ആശ്രയിച്ച് ആത്മാവിന്റെ നിറവിനായി നമുക്കൊരുമിച്ച് ദാഹത്തോടെ തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, ജീവദായകനേ, എൻ ഹൃദയം പവിത്രമാക്കണമേ. ദൈവിക ജീവൻ നിറവായിടുവാൻ എന്നിൽ വസിക്കണമേ. പരിശുദ്ധാത്മാവേ, ജീവദായകനേ, എൻ ഹൃദയം പവിത്രമാക്കണമേ. ദൈവിക ജീവൻ നിറവായിടുവാൻ എന്നിൽ വസിക്കണമേ. പരിശുദ്ധാത്മാവേ, നിത്യസഹായകനേ,
സ്നേഹമുള്ളവരെ, ഒരു നിമിഷം നമുക്ക് നമ്മെ തന്നെ ശാന്തമാക്കാം. നമ്മുടെ മനസ്സും ശരീരവും ആത്മാവും ദൈവസന്നിധിയിലേക്ക് ചേർത്തുവെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 33-ാം അധ്യായം 6 മുതൽ 8 വരെയുള്ള തിരുവചനങ്ങളിൽ നാം വായിക്കുന്നുണ്ട്: ഞാൻ അവർക്ക് സമാധാനവും ഭദ്രതയും സമൃദ്ധമായി നൽകും. യൂദായ്ക്കും ഇസ്രായേലിനും ഐശ്വര്യം തിരിച്ചു നൽകും. എനിക്കെതിരായി ചെയ്ത എല്ലാ പാപങ്ങളിൽ നിന്നും ഞാൻ അവരെ ശുദ്ധീകരിക്കും. അവർ എന്നോട് മറുതലിച്ചു ചെയ്ത അകൃത്യങ്ങളെല്ലാം ഞാൻ ക്ഷമിക്കും. ഈശോയെ, ഞങ്ങൾ പാപികളാണ്, ഞങ്ങൾ ബലഹീനരാണ്. ഇന്നുവരെയുള്ള ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾ, ബോധപൂർവം ഞങ്ങൾ ചെയ്തു പോയ തെറ്റുകൾ എല്ലാം നീ ക്ഷമിക്കുമെന്ന് വചനത്തിലൂടെ പറഞ്ഞുവല്ലോ. ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുന്നു. ഈശോയെ, നീ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന, ഞങ്ങളുടെ പാപങ്ങളുടെ കണക്ക് നോക്കാതെ ഞങ്ങളെ സ്നേഹിക്കുന്ന, നഷ്ടപ്പെട്ടു പോയ ഐശ്വര്യവും സമൃദ്ധിയും തിരിച്ചു നൽകുന്ന ദൈവമാണെന്ന്, കർത്താവാണെന്ന് ദൃഢവിശ്വാസത്തോടെ ഞങ്ങൾ ഏറ്റുപറയുന്നു. ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. നീ കർത്താവാണെന്നും നീ ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. നീ കർത്താവാണെന്നും നീ ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശുവേ രക്ഷകാ, കർത്താവേ, നാഥനേ, യേശുവേ രക്ഷകാ, കർത്താവേ, നാഥനേ, നീ കർത്താവാണെന്നും നീ ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. ഈശോയെ, നീ ഞങ്ങളുടെ കർത്താവാണ്, നീ ഞങ്ങളുടെ രക്ഷകനാണ്, നീ ഞങ്ങളുടെ നാഥനാണ്. ഒരിക്കൽ കൂടി ഉറച്ച ബോധ്യത്തോടെ നമുക്ക് ഏറ്റുപാടി പ്രാർത്ഥിക്കാം: നീ കർത്താവാണെന്നും. നീ കർത്താവാണെന്നും നീ ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. നീ കർത്താവാണെന്നും നീ ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശുവേ രക്ഷകാ, കർത്താവേ, നാഥനേ, യേശുവേ രക്ഷകാ, കർത്താവേ, നാഥനേ, നീ കർത്താവാണെന്നും നീ ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. നീ കർത്താവാണെന്നും നീ ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. നാളിതുവരെയുള്ള നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾ, തെറ്റുകൾ എല്ലാം നമുക്ക് സമർപ്പിക്കാം. ഇനി ഒരിക്കലും ബോധപൂർവം പാപങ്ങളിലേക്ക് വീഴില്ല എന്ന് ഈശോയെ അങ്ങേക്ക് ഞങ്ങൾ ഉറപ്പു തരുന്നു. നമ്മുടെ ഇരു കരങ്ങളും നെഞ്ചോട് ചേർത്തുവെച്ച് ഈശോയോട് നമുക്ക് മാപ്പ് ചോദിക്കാം. ഈ സമയം
ഈശോ നമ്മുടെ കണ്ണുകളിലേക്ക് നോക്കി പറയുകയാണ്, ഇനിമേൽ നീ പാപം ചെയ്യരുത്, ഇനിമേൽ നീ പാപം ചെയ്യരുത്. ഈശോയെ, അങ്ങയുടെ ഈ വചനം പാലിക്കുവാനുള്ള കൃപ, കരുത്ത് നീ ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് പാപജീവിതത്തെ ഉപേക്ഷിക്കുവാനും തിരുത്തുവാനുമുള്ള തീരുമാനങ്ങളെടുത്ത് തമ്പുരാന്റെ തിരുസന്നിധിയിൽ നാം ആയിരിക്കുമ്പോൾ നമ്മുടെ ആവശ്യങ്ങളെ, നിയോഗങ്ങളെ എല്ലാം തിരുഹൃദയനാഥന് മുമ്പിൽ സമർപ്പിക്കാം. നമുക്ക് ജെറമിയ പ്രവാചകന്റെ പുസ്തകം 32-ാം അധ്യായം 27-ാം വാക്യം: ഞാൻ സകലമർത്തരുടെയും ദൈവമായ കർത്താവാണ്, എനിക്ക് അസാധ്യമായി എന്തെങ്കിലുമുണ്ടോ? എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും യാചനകളും നമുക്ക് സമർപ്പിക്കാം. ഈശോയെ, എല്ലാ കുടുംബങ്ങളെയും നിന്റെ തിരുമുമ്പിൽ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരസ്പര സ്നേഹവും ഐക്യവും വിശ്വസ്തതയും എന്നും ഞങ്ങളുടെ കുടുംബങ്ങളിൽ വളർന്നു വരട്ടെ. എല്ലാവിധ പൈശാചിക സ്വാധീനങ്ങളിൽ നിന്നും ഈശോയെ, ഞങ്ങളുടെ കുടുംബങ്ങളെ നീ കാത്തുകൊള്ളണമേ. നാഥനായ ഈശോയെ, സങ്കടപ്പെട്ട് ജീവിക്കുന്ന ഒത്തിരിയേറെ പേർ ഞങ്ങൾക്ക് ചുറ്റിലുമുണ്ട്. പലവിധ കാരണങ്ങളാൽ നീറുന്ന അവരുടെ കണ്ണുനീര് നീ കാണണമേ ഈശോയെ. വളർന്നു വരുന്ന ഒരു തലമുറയെ അങ്ങയുടെ കുരിശിന്റെ ചുവട്ടിലേക്ക് തന്നുകൊണ്ട് ഞങ്ങൾ അവർക്കായി പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ തിന്മയുടെ ബന്ധനത്തിൽ നിന്നും അവരെ രക്ഷിക്കണമേ എന്ന് തീഷ്ണതയോടെ ഞങ്ങൾ യാചിക്കുന്നു കർത്താവേ. ലോകം മുഴുവനെയും തിരുസഭയെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് കരുണയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് നമ്മുടെ വലതുകരം ഉയർത്തി നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൻ്റെ നിയോഗങ്ങളെ, പ്രാർത്ഥനകളെ, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളെ, രോഗങ്ങളെ എല്ലാം സമർപ്പിക്കാം. എല്ലാം നമുക്ക് തരുന്നവനാണ്, തന്നവനാണ് നമ്മുടെ കർത്താവ്. നിരവധിയായ കഷ്ടപ്പാടുകൾക്കിടയിലും എണ്ണമറ്റ അനുഗ്രഹങ്ങൾ കൊണ്ട് നമ്മെ സ്നേഹിക്കുന്ന നമ്മുടെ ദൈവത്തെ നമുക്ക് സ്തുതിച്ച് പാടി ആരാധിച്ച് മഹത്വപ്പെടുത്താം. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ ആരാധന, ഈശോയെ നന്ദി, ഈശോയെ ആരാധന, ഈശോയെ സ്തുതി. ഈശോയെ, ലോകം മുഴുവനെയും നിന്റെ തിരുമുമ്പിൽ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ കരുണയായിരിക്കണമേ, ഈശോയെ കരുണയായിരിക്കണമേ എന്ന് ഞങ്ങൾ വീണ്ടും വീണ്ടും അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന, ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ ആരാധന, ഈശോയെ നന്ദി, ഈശോയെ നന്ദി. സൃഷ്ടികളെ സ്തുതി പാടുവിൻ, നാഥനെ വാഴ്ത്തിടുവിൻ. മഹിമകൾ തിങ്ങും ഇഹപരനിൽ നിത്യം പാടി പുകഴ്ത്തിടുവിൻ. സൃഷ്ടികളെ സ്തുതി പാടുവിൻ, നാഥനെ വാഴ്ത്തിടുവിൻ. മഹിമകൾ തിങ്ങും ഇഹപരനിൽ നിത്യം പാടി പുകഴ്ത്തിടുവിൻ. ആനിടമേ ദൈവദൂതരേ, നാഥനെ വാഴ്ത്തിടുവിൻ. അമ്പരമേ ജലസഞ്ചയമേ, നിത്യം പാടി പുകഴ്ത്തിടുവിൻ. സൃഷ്ടികളെ സ്തുതി പാടുവിൻ, നാഥനെ വാഴ്ത്തിടുവിൻ. മഹിമകൾ തിങ്ങും ഇഹപരനിൽ നിത്യം പാടി പുകഴ്ത്തിടുവിൻ. ഈശോ നൽകിയ അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി അർപ്പിക്കുവാനുള്ള കടമ നമുക്കുണ്ട്. അവിടുന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് ചൊരിഞ്ഞ കൃപകളെ, അനുഗ്രഹങ്ങളെ നന്ദിയോടെ ഓർക്കാം. തിരുസന്നിധിയിലായിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും അവിടുന്ന് നൽകിയ അവസരത്തെ ഓർത്ത് ഈശോയെ നിനക്ക് നന്ദി.
വലിയ പ്രതീക്ഷകളോടെ നിന്നിൽ ആശ്രയിച്ച് ഞങ്ങൾ മുൻപോട്ട് പോകട്ടെ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 20-ാം വാക്യത്തിൽ പറയുന്നത് പോലെ, നിങ്ങൾ ദുഃഖിതരാകും, എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. ഈശോയെ, അങ്ങയുടെ സന്തോഷത്തിൽ ജീവിക്കുവാൻ ഞങ്ങളെ അങ്ങ് സഹായിക്കണമേ. യേശയ്യാ പ്രവാചകനിലൂടെ അങ്ങ് ഞങ്ങളോട് പറഞ്ഞില്ലേ, 46-ാം അധ്യായം 4-ാം വാക്യം, ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചു, സംവഹിച്ചു, ചുമലിലേറ്റി രക്ഷിക്കുകയും ചെയ്തു. ഈശോയെ, നീ ഞങ്ങളെ സൃഷ്ടിച്ചതിന്, ഞങ്ങളുടെ ജീവിത വഴികളിൽ ഞങ്ങളെ പരിപാലിക്കുന്നതിന്, കരുതലോടെ കാത്തുസൂക്ഷിക്കുന്നതിന് നിനക്ക് നന്ദി, സ്തുതി, ആരാധന. കുരിശ് രക്ഷയുടെ അടയാളമാണ്. സ്നേഹത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും മഹത്തായ അനുഭവം. ആ വലിയ രക്ഷയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ സമ്പൂർണ്ണമാക്കട്ടെ. ഏവർക്കും ക്രിസ്തു സ്നേഹവും സമാധാനവും നേരുന്നു. പ്രാർത്ഥനയിൽ നമുക്ക് പരസ്പരം ഓർമ്മിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. eldroyvision.uae@gmail.com. ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം, അതിരുകൾ ഭേദിക്കും സ്നേഹത്തിൻ്റെ രശ്മികൾ. ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം. മന്ന മന്ന